ആ അമ്മ എത്തിയാ ഞാൻ അപ്പോഴേ അമ്മയടുത്ത് പറഞ്ഞല്ലേ കടയിൽ ഞാൻ ബുക്കോളാന്ന് കേൾക്കാതെ പോയതല്ലേ. ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്യേണ്ട കുറേ സാധനങ്ങളുണ്ട്. അത് ഞാൻ തന്നെ പോകാണ്ട് പറ്റുമോ? അമ്മ അറിഞ്ഞായിരുന്നാ അച്ഛൻ ഇവിടുന്ന് ബാസ്യങ്ങളുടെ വീട്ടിലോട്ടാ പോയത്? ഇതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ സാധനങ്ങൾ ഒടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ബാസ്യങ്ങൾ കരഞ്ഞോണ്ട് എൻ്റെ ഫോണിലേക്ക് വിളിച്ച് ബാലു അവിടെ ചെന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്, അവിടെ നിൽക്കണമെന്ന് പറയണമെന്ന്. ഞാൻ പറയും എന്ത് പറയാം, ഇപ്പം ബാസ്യങ്ങൾ അച്ഛൻ്റെ അടുത്ത് പറയണം അവിടെ നിൽക്കണ്ടെന്ന് പറയുമെന്ന് വിചാരിക്കുക. ബാസ്യങ്ങളുടെ അടുത്ത് അച്ഛൻ വഴക്കിടില്ലേ, പിന്നെ അവർ തമ്മിൽ വീണ്ടും വഴക്കാവും. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതുപോലെ നാട്ടുകാർക്ക് നമുക്ക് മോശമില്ലേ ഇത്? അത് തന്നെ, ഈ ചികിത്സ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറുന്ന അച്ഛനെ മക്കളെ മനസ്സമാനം കൊടുക്കാത്തതുകൊണ്ട് അച്ഛൻ ബാസ്യങ്ങളുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയൂ ഇല്ലേ? അതെ, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവൂല. നീ വാടാ, പ്രശ്നമാണെങ്കിൽ പ്രശ്നമാവട്ടെ. നമുക്ക് പോയി ബാസ്യങ്ങളുടെ വീട്ടിൽ ചെന്ന് അച്ഛനെ തൂയിക്കൊണ്ടിങ്ങ് കൊണ്ടുവരാം. മിണ്ടാ ചോദിച്ചേ. അമ്മയൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? ഞാൻ അച്ഛനടുത്ത് ആ ചിട്ടിയുടെ കാര്യം പറയാൻ പോയപ്പോ അമ്മയാണ് കയറി ബ്ലോക്ക് ഇട്ടത്. അത് തന്നെ, ഒരു കണക്കിന് പറഞ്ഞാൽ അച്ഛനെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ എല്ലാരും കൂടെ അച്ഛനെ ഒറ്റപ്പെടുത്തിയ പോലെ ആയില്ലേ. ഒന്നാമത് അച്ഛന് വയസ്സായവരാണ്, അമ്മ കാര്യമൊന്നും മനസ്സിലാക്കണ്ടേ? അച്ഛൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് അറിയണ ആളാണ് അമ്മ. പക്ഷെ അമ്മയ്ക്കും വരെ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുക. ഈ വയസ്സാവണതിന്റെ പ്രശ്നമാണ്. ആർക്കടാ വയസ്സായത്? പറയടാ, ആർക്കടാ വയസ്സായത്? ഷെടാ, ഈ വയസ്സാവുന്ന കാര്യം പറഞ്ഞതിന് എല്ലാവരും ചൂടാവുന്നേ. ഈ വയസ്സാവെന്ന് പറയുന്നത് ഒരു കുറവല്ല, അതൊരു സത്യമാണ്. അച്ഛനെ കൊണ്ടുവരുന്ന കാര്യം പറ. നിന്റെ അച്ഛനെ നീ പോയി കൊണ്ടുവാ, ചെല്ല്. അതേ, ഈ ചിട്ടി വീണ കാര്യം അച്ഛനെ അറിയിക്കണ്ടെന്ന് പറഞ്ഞത് ഞാനല്ല. ഞാൻ എന്താ പറഞ്ഞതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞെന്താ, ഈ ചിട്ടി വീണ കാര്യം അച്ഛനോട് പറഞ്ഞാൽ കഥ മാറും, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ലച്ചുവാണ് പറഞ്ഞത് ചിട്ടി വീണ കാര്യം അച്ഛനോട് പറയണ്ടെന്ന് തീർത്ത് പറഞ്ഞത് ലച്ചുവാണ്. ഇനിയിപ്പൊ എന്റെ പെടലിക്ക് കയറിക്കോ. എന്ത് നിന്റെ പെടലിൽ കയറേണ്ട ആവശ്യം എന്നുള്ളത്? എൻ്റെ കൊച്ചെ, ഞാനിത് അന്നേരം മറച്ചു വെച്ചാലും കുറെ കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ ചെന്നിട്ട് പറയും. ഒരു കാര്യം ഞാൻ മറച്ചു വെക്കാറൊന്നുമില്ല. അമ്മ ആള് കൊള്ളാലോ അമ്മ. എന്ത് കൊള്ളാന്ന്? എല്ലാരും കൂടെ അച്ഛനെ പറഞ്ഞു വിട്ടല്ല. നീ കൊച്ചു പറയാനായിട്ടില്ലേ? നീയൊക്കെ കൂടിയാണ് അച്ഛനെ പറഞ്ഞു വിട്ടത്, ഞാനല്ല. പ്രത്യേകിച്ച് എന്തേ ഇവര് രണ്ടുപേരും ഇവരാണ് അച്ഛനെ പുറത്ത് എപ്പോഴും കയറണത്, ഓരോന്ന് പറഞ്ഞോണ്ട്. അമ്മ കൂടുതൽ ഓർത്തൊന്നും പറയണ്ട. അച്ഛന്റെ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അമ്മ ഒന്ന് ശ്രദ്ധിച്ചാ അതിന്റെ ശേഷം അമ്മ അച്ഛന് നന്നായിട്ടുണ്ട് കേട്ടോ അമ്മയടുത്ത്. അത് സത്യമാണ്, അച്ഛന് നല്ല കലിപ്പുണ്ട് അമ്മ. എന്നാലും എന്താ അച്ഛനെ നോക്കാഞ്ഞേ? ഈ കൊച്ചു പറഞ്ഞേട്ടാ, എന്റെ കൊച്ചെ അച്ഛനെ സുഖ ചികിത്സ കഴിഞ്ഞിട്ട് വന്നതാണ്, അല്ലാണ്ട് എന്തെങ്കിലും അസുഖം വന്നിട്ട് അതിന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നതൊന്നും അല്ല ഞാൻ അച്ഛൻ്റെ അടുത്തിരുന്ന് ചികിത്സിക്കാനായിട്ട്. അമ്മയടുത്ത് ആർക്ക് പറഞ്ഞ് ജയിക്കാൻ പറ്റൂല. അമ്മയ്ക്ക് അച്ഛനെ വേണ്ടേ? ഈ കൊച്ചിനെ വിട്. കൈ പിടിച്ച് ഞെരിച്ചു ഓടിച്ചു കളഞ്ഞ ഇത്. അയ്യോ, എന്ത് ഞെക്കാ വെച്ച? എന്താ ആരോഗ്യം നിന്റെ കൈക്ക്? ഈ നിങ്ങൾ അച്ഛൻ പറയണ ശരിയാണ് കേട്ടാ. നിങ്ങൾ 5 എണ്ണം കൂടി അച്ഛനെ എന്നെ കൊല്ലും, ഉറപ്പാണത്. മനഃപൂർവ്വമാണ് നിങ്ങൾ എന്റെ കൈ പിടിച്ച് ഞെക്കിയത് അല്ലേ? ചുമ്മാ ഒന്നും കാണത്തില്ല. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഇവിടെ അങ്ങോട്ട് പോണ്ട കുറച്ച് അങ്ങോട്ട് ആരുമില്ലടാ. എല്ലാം കൂടെ പൂട്ടി കിട്ടിക്കൊണ്ട് പോയാ? എന്റെ ശുനകം വരും. നിന്റെ അമ്മത്തെ പരിപാടി ഇല്ലടാ അവിടെ. അമ്മ കടയിൽ പോയിട്ട് വന്ന്. അച്ഛൻ വന്നാ? വന്ന് 2 വാക്ക് പറഞ്ഞിട്ടേ ഞാനങ്ങ് പോവും. ചിക്കനൊക്കെ മേടിച്ചാ? ഒരു കാര്യം ഞാൻ പറയാം, മണപ്പിച്ച ആ ഏറിയ എങ്ങനെ കണ്ടു കഴിഞ്ഞല്ലേ അടാ വൃത്തിയിട്ടവനാ. പിന്നെ ആടിച്ച് ഇടകളെ ഞാൻ ആരാത്? വീടിന്റെ മുന്നിൽ വന്ന് ബഹളം വെക്കണതാരാ? പടവലം കള്ളരാജാവ് കുട്ടമ്പള രാജാവിന്റെ മോള് താഴെ എഴുതുള്ളതാണ്. ആഹാ, നെയ്യാറ്റിങ്ങനെ പൊന്നു തമ്പരാൻ എഴുതുള്ളിയാ? ഓ, ദീവാൻ ബാസി പേഷ്കറുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരിക്കും അല്ലേ? നിനക്ക് ഈടാറ്റേ കുറെ നിങ്ങളിപ്പ് കൂടുതലുണ്ട്, ഞാൻ പോയിട്ട് തരാം. ആ ബാസിയുടെ നിന്നപ്പോ എന്തൊരു സുഖമായിരുന്നു. ബാസിയുടെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും അല്ലേ ഈ സാധനങ്ങളൊക്കെ? ചിക്കൻ മേടിക്കാൻ ചിക്കൻ വാങ്ങിച്ചെല്ലാം ബാസ് റെഡിയാക്കി തരാം. അവൻ രാജാവിനെ പോലെ നോക്കണം, രാജാവിനെ പോലെ. ഇടക്കിടക്ക് രാജാവിനെ പറ്റിക്കും.
അച്ഛൻ ബാസ്യങ്ങളുടെ അടുത്ത് പോയിട്ട് കുറച്ച് മണിക്കൂറല്ലേ ആയുള്ളൂ. ഒരു ദിവസം അവിടെ താമസിച്ച് നോക്കുക, അപ്പൊ മനസ്സിലാവും ബാസ്യങ്ങളുടെ യഥാർത്ഥ സ്വഭാവം. ഒന്നുമില്ല ബാസിക്ക് ബാലു എന്ന് പറഞ്ഞ ദൈവമാണ് ദൈവം. അച്ഛാ കൂടുതൽ വേഷം കെട്ടില്ല അച്ഛാ, മര്യാദക്ക് അകത്ത് കയറി പോയെന്ന്. മര്യാദയ്ക്ക് അകത്തരാനാ പറഞ്ഞു വരയ്ക്കോ? കുറെ നാളെ അവന്റെ മെക്കിട്ട് കയറാണ്. മര്യാദയ്ക്ക് പറഞ്ഞു വരയ്ക്കോ അവനെ പുറകത്ത്. അച്ഛൻ എന്തിനാ ചെയ്യും? ഗേറ്റിനവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണം, അകത്ത് കയറി ബഹളം ഉണ്ടാക്കി കൂടെ? അത് തന്നെ അച്ഛൻ പണ്ടത്തെ പോലെയല്ലേ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ വലുതായി. ഞാനും വലുതായി. എല്ലാവരും വലുതായി. അതാണ് ഈ സ്വസ്ഥത സമാധാനം ഇല്ലാത്തത്. ഞാൻ ഒറ്റപ്പെട്ടു പോയി. നിങ്ങൾ ഒതുങ്ങാതെ ഞാൻ ഈ വീടിനകത്ത് കയറൂല. അച്ഛൻ കളിക്കല്ലേ? അച്ഛൻ ഉറപ്പായിട്ട് വീടിനകത്ത് കയറൂല ഇനി. കയറൂടാ കയറൂല കയറൂടാ. എന്നാ പിന്നെ കയറണ്ട, പ്രശ്നം തീർന്നില്ലേ? അതെ ഞങ്ങൾ ആരും വിളിക്കാൻ വരാൻ പോണില്ല. അതെ, അച്ഛന് തോന്നുമ്പോ വീട്ടിൽ കയറിയാൽ മതി. അങ്ങനെ തോന്നുമെന്ന് വരാൻ പറ്റിയൊന്നുമില്ല. അതുകൊള്ള ഇത് ഞാൻ വാടക കൊടുക്കണ വീടാ, എന്റെ അനുവാദമൊക്കെ വേണം. ഓ നിന്റെ അനുവാദമല്ല എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ലല്ലേ? ഞാൻ ഒരു വരക്കം വരും. കേട്ടാ ഭാഷയിൽ 2 മണിക്കൂർ ഇരിക്കട്ടെ. ഇത് ഞാൻ ഒരു വരക്കം വരുമ്പോ ഞാൻ കാണിച്ചു തരാം. ശിവ ഞാൻ പോയിട്ട് വരട്ടാ. അമ്മ അച്ഛൻ്റെ ഒരു കുപ്പിയുണ്ട്, കുടിച്ചിട്ട് വരാനുള്ള ഉദ്ദേശമാണ്. എന്തെന്ന് പറ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ദേവരങ്ങാലി പറഞ്ഞാ മതി ഉണ്ട്. നല്ല വെള്ള സ്വയംഭ സാധനം ഇരിക്കുന്നത്. എന്ത് തരൂല തരൂലടി. അച്ഛൻ മര്യാദക്ക് പുറത്തെടുക്കാ. മര്യാദക്ക് കൊടുക്കണം. കരുകളി അച്ഛാ പ്ലീസ് അച്ഛാ, ചതിക്കല്ലേ അച്ഛാ. ചതിക്കും. എല്ലാരും ചതിക്കും. എല്ലാരും ചതിക്കും. ഇല്ല, 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 ഇല്ല. മുത്തല്ലേ മുത്തല്ലേ ചക്കരല്ലേ? നീ പോടാ ചതിയാ. ഇവിടെ നമുക്ക് ഒരു രഹസ്യം ഇല്ല അച്ഛാ. ഇവിടെ വന്ന് ഞാൻ പഴയതോലാവും. ഇവിടെ വന്ന് എല്ലാത്തിനും ചീത്ത വിളിക്കും. എല്ലാത്തിനും കടിക്കും. അയ്യാ അത് വേണ്ട, ഞാൻ സോറി, ഞാൻ പറഞ്ഞ മാപ്പ്. ഞാൻ അച്ഛന് നന്നാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു. നീ എന്താ നന്നാക്കണടാ? അത് നീ ഇവിടെ ഒരു രഹസ്യവും ഇല്ല. അച്ഛൻ എന്താ അറിയണ്ടെന്ന് വെച്ചാ പറയാം. പിന്നെ എന്താണ് ഇവിടെ നടക്കണം എന്താണ് അത് പറ. അത് എനിക്കൊരു ചിട്ടി അടിച്ച് 20,000 രൂപ കിട്ടി. അത് അച്ഛനെ നന്നാക്കാൻ പോരെ? ചിട്ടി അടിച്ചാ? ആക്ക് എനിക്ക് ഞാൻ ചിട്ടി അത് ഞാൻ സേവാകേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ കാശ് ഒരു ചിട്ടി കെട്ടി ചിട്ടി അടിച്ചിട്ട് 20,000 രൂപ കിട്ടി. അച്ഛനെ നല്ല അച്ഛൻ എനിക്കാണ്ട. അപ്പൊ ഇതിന്റെ അമ്മയ്ക്ക് പറ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അച്ഛന് പൈസയുടെ ആവശ്യമൊന്നും ഇല്ല. അച്ഛൻ മുത്താണ്, വെറുതെ അച്ഛനെ സംശയിച്ച്. എന്നാലും 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ട്. രഹസ്യം ഞാൻ അറിഞ്ഞു. ഇത് പ്രശ്നമല്ല. ഇപ്പൊ രഹസ്യം അറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ബാസിക്ക് ചിക്കൻ വേണ്ട. നമുക്കേ ഇവിടെ തന്നെ ചിക്കൻ വയ്ക്കാം. പോവാം. എന്നാലും കേശുവേ പഠിക്കാൻ പറഞ്ഞാൽ നല്ല പേടിയുണ്ടല്ലേ. പോവാം വാ പോരാ. നീ നില്ല, നിങ്ങൾ പോ. പോ പിടി പോ. ഡേ ആ കിട്ടിയ 20,000-ന്റെ 10,000 എനിക്ക് തന്നില്ലെങ്കിൽ ഒറിജിനൽ കുപ്പിടുത്ത് ഞാൻ വരും.